നോഹയും ജലപ്രളയവും. നോഹ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. എല്ലാവരും ദൈവത്തെ വെറുക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം. ഒരു ദിവസം ദൈവം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഈ ദുഷ്ടലോകം ഞാൻ നശിപ്പിക്കും. ദൈവം നോഹയോട് പറഞ്ഞു, നിന്റെ കുടുംബം സംരക്ഷിക്കപ്പെടും. ദൈവം നോഹയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഭൂമിയും അതിലുള്ളതൊക്കെയും വെള്ളത്തിൽ നിറയും. നിന്റെ കുടുംബത്തിനും മൃഗങ്ങൾക്കായും മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. ദൈവം നോഹയ്ക്ക് പെട്ടകത്തിൻ്റെ അളവും മാർഗനിർദ്ദേശവും നൽകി. അങ്ങനെ നോഹ തിരക്കുള്ളവനായി. നോഹ ഉണ്ടാക്കുന്ന പെട്ടകത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ ജനങ്ങൾ കളിയാക്കി. എന്നാലും നോഹ പെട്ടക നിർമ്മാണം തുടർന്നു. അതേസമയം തന്നെ ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. നോഹയ്ക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. പെട്ടകത്തിന് നിർമ്മാണം കഴിഞ്ഞ് സാധനങ്ങൾ കയറ്റുവാൻ തുടങ്ങി. ഇപ്പോൾ മൃഗങ്ങൾ വന്നു. ദൈവം 7 വർഗത്തിൽപ്പെട്ടവയെ കൊണ്ടുവന്നു. മറ്റ് 2 വീതത്തിലുള്ള ചെറിയ വലിയ പക്ഷികൾ, വലിയതും ചെറിയതുമായ പ്രാണികൾ പെട്ടകത്തിലേക്ക് വന്നു. പെട്ടകത്തിലേക്ക് മൃഗങ്ങൾ കയറിയപ്പോൾ പലരും കളിയാക്കി. ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്നത് തുടർന്നു. പെട്ടകത്തിൽ കയറുവാൻ ആരും തുനിഞ്ഞില്ല. അവസാനമായി ജന്തുക്കൾ, പക്ഷികൾ ഒക്കെ കയറി തൻ്റെ കുടുംബത്തോടു കൂടി പെട്ടകത്തിലേക്ക് കയറുവാൻ ദൈവം നോഹയോട് ആവശ്യപ്പെട്ടു. നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. 40 രാവും 40 പകലും മഴ പെയ്തു. ഭൂമി വെള്ളത്താൽ നിറഞ്ഞു. പട്ടണങ്ങളും ഗ്രാമങ്ങളും വെള്ളത്താൽ നിറഞ്ഞു. മഴ നിന്നപ്പോൾ മലകൾ പോലും വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. മൂക്കിൽ ശ്വാസമുള്ള എല്ലാവരും മരിച്ചുപോയി. വെള്ളമുയർന്നപ്പോൾ പെട്ടകം പൊങ്ങിക്കിടക്കുവാൻ തുടങ്ങി. ഒരു പക്ഷേ പെട്ടകത്തിനകത്ത് ഇരുട്ടായിരുന്നിരിക്കാം. വലിയ പ്രഹരവും ഭയവും ഉണ്ടായിരുന്നിരിക്കാം. നോഹയും കുടുംബവും പെട്ടകത്തിൽ സുരക്ഷിതരായിരുന്നു. ജലപ്രളയത്തിന് 5 മാസത്തിനു ശേഷം ദൈവം ഉണങ്ങിയ കാറ്റിനെ അയച്ചു. അവസാനം പെട്ടകം അരാരാത്തെ എന്ന് പറയുന്ന പർവ്വതത്തിൽ ഉറച്ചു. പിന്നെയും 40 ദിവസം നോഹ പെട്ടകത്തിൽ തന്നെ താമസിച്ചു. നോഹ മലങ്കാക്കയെയും പ്രാവിനെയും പെട്ടകത്തിൻ്റെ ജനൽ വഴി പുറത്തേക്ക് വിട്ടു. തങ്ങുവാനായി സ്ഥലം കിട്ടാത്തതിനാൽ പ്രാവ് പെട്ടകത്തിലേക്ക് തിരികെ വന്നു. ഒരു ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പ്രാവിനെ വിട്ടപ്പോൾ ചുണ്ടിൽ ഒരു വലിയ ഒലിവിലയുമായി തിരിച്ചു വന്നു. അടുത്ത ആഴ്ച പ്രാവ് തിരിച്ചു വരാതിരുന്നപ്പോൾ ഭൂമിയിൽ വെള്ളം വറ്റിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. ദൈവം നോഹയോട് പറഞ്ഞതനുസരിച്ച് മൃഗങ്ങളെയും തൻ്റെ കുടുംബത്തെയും നിലത്തിറക്കി. നോഹയ്ക്ക് ദൈവത്തോട് എത്ര നന്ദി കാണും. ഒരു യാഗപീഠം പണിത് തന്നെയും കുടുംബത്തെയും ജലപ്രളയത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന് അദ്ദേഹം ആരാധന കഴിച്ചു. ദൈവം നോഹയ്ക്ക് വലിയൊരു വാഗ്ദത്തം കൊടുത്തു. മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയ്ക്കായി ഒരിക്കലും ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഓർമ്മയ്ക്കായി മഴവില്ല് ആകാശത്തിൽ കാണിച്ചു. നോഹ ജലപ്രളയത്തിനു ശേഷം ഒരു പുതിയ ആരംഭം കുറിച്ചു. നോഹയുടെ സന്തതികൾ ഭൂമിയിൽ നിറഞ്ഞു. ലോകത്തിലെ സകല ജാതികളും നോഹയുടെ സന്താനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ആമേൻ. നാം തെറ്റുകാരെന്ന് ദൈവം അറിയുന്നു. അതിന് പാപമെന്നും പറയുന്നു. പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. അതിനാൽ തൻ്റെ മകനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. യേശു മരിച്ച് ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമെങ്കിൽ ദൈവത്തോട് ഇപ്രകാരം പറയുക:
പ്രിയ ദൈവമേ, യേശുവേ, എനിക്കു വേണ്ടി മരിച്ച് ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എനിക്ക് ഒരു പുതിയ ജീവിതം നൽകണമേ. നിരന്തരം നിന്നോട് അടുത്ത് ജീവിക്കുവാനും നിന്റെ മകനായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. യോഹന്നാൻ 3:16. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. നോഹയും ജലപ്രളയവും. ദൈവവചനത്തിൽ നിന്നും ഒരു കഥ. ബൈബിളിൽ നിന്നും എടുത്തത്. ഉൽപ്പത്തി 6 അധ്യായം മുതൽ 10 അധ്യായം വരെ. നിങ്ങളുടെ പ്രവേശന വാക്ക് വെളിച്ചം പകരട്ടെ. സങ്കീർത്തനം 119:130. എഴുതിയത് എഡ്വേർഡ് ഹ്യൂഗ്സ്. ഉദാഹരണം ബൈറൻ ആങ്കർ ലാസറസ്. അംഗീകരിച്ചത് റവറൻഡ് ബെന്നി. തർജ്ജിമ ചെയ്തത് എം. മലിയറ്റ്, ടമി എസ്. കഥ 3:60 നിന്നും.